ഹായ് നമസ്കാരം. ദ ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇലക്ഷൻ്റെ കാലഘട്ടമാണല്ലോ. ഇലക്ഷൻ്റെ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഇന്ത്യയിലും കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചർച്ച ഫലപ്രദമായി നടത്തുവാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുന്നതിനും തങ്ങളുടെ വാദഗതികൾ അവതരിപ്പിക്കുന്നതിനും ചർച്ചയിലൂടെയാണ്. ചർച്ചകൾ പലപ്പോഴും പറഞ്ഞ് അവസാനം അടിയിലേക്കും പിന്നീട് വൻ ശത്രുതയിലേക്കും കടക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ചർച്ച അവസാനം തർക്കങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ സംഭവിക്കാറുണ്ട്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇത് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇങ്ങനെയുള്ള ചർച്ചകൾ കാരണം പരസ്പരം വിദ്വേഷം വളർന്നുകൊണ്ട് മാനസിക സമ്മർദ്ദത്തിലൂടെയും പിന്നീട് നിങ്ങളുടെ ലക്ഷ്യമൊക്കെ മറന്നുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് പൊതുവെ കാണാറുള്ളത്. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ചർച്ച ഒരു TV ചർച്ചയെക്കുറിച്ചല്ല. നാട്ടിൻ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളിലോ നമ്മൾ പരസ്പരം ആശയങ്ങൾ കൈമാറുന്ന ചർച്ചയെക്കുറിച്ചാണ്. ഇങ്ങനെയുള്ള ചർച്ച എങ്ങനെ ഫലപ്രദമായി നമുക്ക് നടത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. ഇതിലാദ്യമായി നാം ചെയ്യേണ്ടത് ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എതിർപക്ഷത്തുള്ള ആളിൻ്റെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായി കേൾക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെന്നും അത് അവരുടെ മാത്രം അഭിപ്രായമാണെന്നും അത് ശരിയാകുകയോ ചിലപ്പോൾ തെറ്റാകുകയോ ചെയ്യാം. ഈ കാര്യമാണ് നാം ആദ്യം ഒരു ചർച്ചയുടെ ഇടയിൽ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, തുറന്ന മനസ്സോടുകൂടി പ്രശ്നങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ്. തൻ്റെ അഭിപ്രായത്തിനോട് യോജിച്ച അഭിപ്രായം ചർച്ച ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾ പറയണമെന്ന് ഒരിക്കലും ശഠിക്കാൻ പാടില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. മൂന്നാമത്തെ കാര്യം, മറ്റൊരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും സംഭാഷണങ്ങൾ നടത്താതിരിക്കുക. അതായത് ഇടയ്ക്കേറി സംസാരിക്കാതിരിക്കുക. പൊതുവെ നമ്മുടെ ആശയങ്ങൾ പറയാൻ വേണ്ടി വെമ്പൽ കൊണ്ട് മറ്റൊരാൾ പറയുന്ന കാര്യം കേൾക്കാതെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് ചർച്ചയില്ല. ചർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയും അത് മറ്റൊരാൾ കേൾക്കുകയും അതോടൊപ്പം തന്നെ മറ്റൊരാൾ പറയുന്ന സമയത്ത് നാം കേൾക്കുകയും ചെയ്യും. അതിനുള്ള മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴാണ് അതൊരു നല്ലൊരു ചർച്ചയായി മാറാറുള്ളത്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ച നടത്താൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നാലാമത്തെ കാര്യം, വാക്കുകൾ വളരെ ഉച്ചത്തിലും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുമുള്ള സംസാരങ്ങൾ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. നമുക്ക് വളരെ ഉത്സാഹത്തോടു കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. പക്ഷേ അമിതാവേശം കാണിച്ച് എപ്പോഴും ഉച്ചത്തിലോ ഉറക്കെയോ നിലവിളിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലോ ഒരിക്കലും ഒരു ചർച്ചയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം, എപ്പോഴും എതിർവശത്ത് നിൽക്കുന്ന ആളിനെ വളരെ ബഹുമാനത്തോടു കൂടിയുള്ള പദപ്രയോഗങ്ങൾ മാത്രം നടത്തുക എന്നുള്ളതാണ്. നമ്മളെ കാണുന്ന ആള് നമ്മുടെ ശത്രുവൊന്നുമല്ല. ചിലപ്പോൾ നമ്മുടെ എതിരാളിയായിരിക്കാം. എതിരാളിയും ശത്രുവും തമ്മിൽ വളരെ അജഗജാന്തര വ്യത്യാസമുണ്ട്. എതിർവശത്ത് നിൽക്കുന്ന ആളിനെ നമ്മൾ വളരെ ബഹുമാനിക്കാതെ അപമാനിച്ചുകൊണ്ട് വിമർശിക്കുന്ന രീതിയിലുള്ള ചർച്ച ഒരിക്കലും പാടില്ല. ആറാമത്തെ കാര്യം, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഒരിക്കലും പാടില്ല. ചില ആൾക്കാർ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് അവരെ വളരെയധികം വിമർശിക്കുന്ന രീതി ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. ഇത് ചർച്ചയ്ക്ക് ചേർന്ന ഒരു രീതിയേ അല്ല. ഏഴാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്യുന്ന ആൾ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ അത് സമ്മതിക്കുക എന്നുള്ളതാണ്. ഇത് ഒരിക്കലും ആരും ചെയ്യാത്ത കാര്യമാണ്. നമ്മുടെ ഭാഗം തെറ്റാണെങ്കിൽ പോലും നമ്മൾ അതിനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. ഇത് കൂടുതൽ അബദ്ധങ്ങളിലേക്ക് പോവുകയാണ് സാധാരണ കാണാറുള്ളത്. എട്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും വർണ്ണം, ലിംഗം, മതം, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, മോശമായ പദപ്രയോഗങ്ങൾ ഒരിക്കലും നടത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ചർച്ചകൾ വിവാദത്തിലേക്ക് മാത്രം എത്തപ്പെടും. ഇന്നത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൽ പെട്ടെന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മുടെ ഈ അഭിപ്രായങ്ങൾ ലോകം മുഴുവനും വളരെ പെട്ടെന്ന് എത്തുകയും അത് വൻ വിമർശനങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. തീർച്ചയായും ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ചർച്ചയിൽ നാം വെറുതെ കിടന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ ചോദ്യരൂപത്തിൽ നമ്മുടെ ആശയങ്ങൾ നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നാം സംസാരിക്കുന്ന ആളിനോട് ചോദിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ആ ചർച്ചയിലെ മേധാവിത്വം വന്നു ചേരും. പത്താമതായി നാം ശ്രദ്ധിക്കേണ്ടത്, ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യത്തെക്കുറിച്ചാണ് തീർച്ചയായും അഭിപ്രായം പറയേണ്ടത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തെക്കുറിച്ച് ഒരിക്കലും അഭിപ്രായം പറയുവാൻ പാടില്ല. പല ആൾക്കാരും ചില വിവരങ്ങൾ ഉണ്ടാക്കി പറയുന്ന ആൾക്കാരുണ്ട്. ഇത് തീർച്ചയായും പിന്നീട് അബദ്ധങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. അറിഞ്ഞുകൂടാത്ത കാര്യത്തെക്കുറിച്ച് മോശമായ
തെറ്റായ അഭിപ്രായങ്ങൾ പറഞ്ഞ് നിങ്ങളൊരു പരിഹാസ്യ കഥാപാത്രമായി തീരാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ചർച്ച നടത്തുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ഈ 10 പോയിന്റും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ചർച്ച നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ആ ചർച്ചയിൽ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ചർച്ച ചെയ്യേണ്ടത് അറിയുവാനും അറിയിക്കുവാനുമാണ്, അല്ലാതെ ഒരു വിവാദമുണ്ടാക്കുക എന്നുള്ളതാകരുത് ചർച്ചയുടെ പ്രാധാന്യം. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.